Firstly, I'm really happy to be here amongst all of you today. I love being with younger people, and I can see that you're all bright, happy faces. So I'm glad that you invited me here today, and it's an honor for me to be here. ആദ്യമായി ഈ യോഗത്തിന് എത്താൻ സാധിച്ചുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. എപ്പോഴും യുവാക്കൾക്കൊപ്പം കുട്ടികൾക്കൊപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമായിട്ടുള്ള ഈ മുഖം കാണുമ്പോൾ ഒട്ടേറെ സന്തോഷം എനിക്കുമുണ്ട്. എന്നെ ഇവിടെ ക്ഷണിച്ചതിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. Shri C.K. Kasim ji, Advocate Praveen Kumar ji, Srimati Milli Mohanan ji, Shri C.P. Cherian Mohammed ji, Srimati Ambika Mangalat ji, Shri Babu Paikattu ji, Shri C.A. Mohammed ji, Shri Johnny, Srimati Deepti and all others assembled on stage. And I know that some of your parents are also watching from downstairs. So welcome to all of you to this function. വേദിയിലുള്ള ഏറ്റവും ബഹുമാനരായ നേതാക്കന്മാർ, ഇന്നിവിടെ എത്തിയിട്ടുള്ള കുട്ടികൾ, നിങ്ങളുടെ മാതാപിതാക്കൾ താഴത്തിരുന്ന് ഈ യോഗം വീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Today Shri C.K. Kasim ji has invited me here to inaugurate the Keralam Career Park Initiative. ഇന്ന് ഇവിടെ ശ്രീ കാസിം ജി, നിങ്ങളുടെ MLA, എന്നെ ഇവിടെ ഈ കേരളം കരിയർ പാത്ത് ഇനിഷ്യേറ്റീവ് ഉദ്ഘാടനം ചെയ്തതിന് എന്നെ വിളിച്ചിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. I congratulate him on this initiative he is taking, which is going to open new paths for you. It's a very ambitious project. I was looking at some of the things that they hope to achieve. ഞാൻ ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ CK കാസിമിനെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഈ പദ്ധതിയുടെ വിശദാംശങ്ങളിൽ കുറിച്ച് നോക്കുകയായിരുന്നു. വലിയ നമ്മുടെ ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന പദ്ധതികളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. And its objective, its aim is to provide you with new avenues and career paths. നിങ്ങൾക്ക് പുതിയ ലോകത്ത്, നിങ്ങളുടെ പുതിയ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ കരിയറിനുള്ള പുതിയ സങ്കേതങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും തുറന്നു തരുന്നതിനാണ് ഈ പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. Technology has changed a lot of things in the last 10 to 15 years. സാങ്കേതികവിദ്യ നമ്മുടെ കഴിഞ്ഞ ഒരു 15 വർഷക്കാലം ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. We now have AI and many other tools that you will be learning how to use. നമ്മുടെ AI ടൂൾസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ഒട്ടേറെയധികം ടൂൾസ് നമ്മുടെ ഇന്ന് പുതിയ സാങ്കേതികവിദ്യയിൽ ഉപയോഗിക്കപ്പെടുന്നു. അത് നിങ്ങൾ പഠിക്കുന്നുമുണ്ടാകും. When I was young, when I had to call my boyfriend, I used to use that rotary phone and wait. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് എൻ്റെ ആൺ സുഹൃത്തിനെ വിളിക്കണമെങ്കിൽ ഞാൻ ആ റോട്ടറി ഫോൺ ഇങ്ങനെ കറക്കിയിരുന്ന് ഞാൻ കാത്തിരിക്കണമായിരുന്നു. Now you have mobile phones, video calls and all the facilities available to you. ഇന്ന് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉണ്ട്, വീഡിയോ കോളുകളുണ്ട്, അങ്ങനെ എല്ലാ സാങ്കേതിക വിദ്യയും ഇന്ന് നിങ്ങൾക്ക് സ്വായത്തമാക്കിയിട്ടുണ്ട്. I only had one boyfriend, by the way, and I married him. എനിക്ക് ആകെ ഒരു ആൺ സുഹൃത്തെ ഉണ്ടായിരുന്നുള്ളൂ. So don't get the wrong idea. അദ്ദേഹത്തെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്തു. അതുകൊണ്ട് തെറ്റായ ആശയങ്ങളൊന്നും ഉണ്ടാക്കണ്ട. So I was just saying that technology these days has been able to open up many more avenues for you. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സാങ്കേതിക വിദ്യ ഒട്ടേറെ അവസരങ്ങൾ, പുതിയ അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. When we were young, our choices were very limited. If you were thinking of a career, you would think of becoming a doctor, teacher, an engineer, maybe a pilot. There were few limited choices. Today you can make a career out of the things that make you happy, your talents, and many different avenues. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് അവസരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ ഡോക്ടർ അല്ലെങ്കിൽ ഒരു എൻജിനീയർ അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പൈലറ്റ്, അത്തരത്തിലുള്ള ഒരു ചിന്തകളെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒട്ടേറെ മറ്റുള്ള അവസരങ്ങൾ കൂടി നിങ്ങൾക്ക് ലഭ്യമാവുകയാണ്. So part of this initiative is to teach you different skills so that you can find your ways through different means. ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിങ്ങളുടെ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാക്കി തരികയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ കരിയറിൽ പുതിയ ലക്ഷ്യങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ട്. And maybe if you are lucky, you can actually earn a living doing something you're really passionate about. ഒരു പക്ഷേ നിങ്ങൾ ഭാഗ്യവാന്മാരോ ഭാഗ്യവാനുതികളോ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം ഒരു വലിയ
ഒരു അഭിനിവേശത്തോടു കൂടി ചിന്തിക്കുന്ന ഒന്നിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറാക്കാം, അതിൽ നിങ്ങളുടെ ജീവിതം നയിക്കാൻ സാധിക്കും. I hope that you will avail of all the opportunities that are being given to you by this program and learn with an open mind. ഞാൻ ആഗ്രഹിക്കുന്നു ഈ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എല്ലാ അവസരങ്ങളും എല്ലാ സാധ്യതകളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഒരു വലിയ തുറന്ന മനസ്സോടുകൂടി ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ സമീപിക്കും എന്ന് ഞാൻ കരുതുന്നു. As you go through life, you will learn a lot of new things. You may attend many courses, you may attend many colleges, schools and universities. You will learn skills there. You will learn how to earn a living, how to provide for your families. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒട്ടേറെ സാധ്യതകൾ ഉള്ള കോഴ്സുകൾ ചിലപ്പോൾ നിങ്ങൾ പഠിക്കും. നിങ്ങൾ പുതിയ കോളേജുകളിൽ പോയി പഠിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു പഠിക്കാനുള്ള അവസരമുണ്ടാകും. അത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സഹായിക്കുന്നതിനുള്ള ഒരു മാർഗമായി മാറും. And you should be really proud of yourselves that you belong to this beautiful state of Kerala. നിങ്ങൾക്ക് അതുപോലെ തന്നെ വലിയ അഭിമാനബോധം ഉണ്ടാകണം. ഇത്രയും മനോഹരമായ ഒരു സംസ്ഥാനത്താണ് നിങ്ങൾ ജനിച്ചു വളർന്നത് എന്നുള്ളത്. Because I can tell you, wherever in the world I go, wherever I may be landing in an airport in Dubai, or I may be landing somewhere in London or somewhere else, I find people from Kerala. They are the smartest, politest, most intelligent, and whenever I meet them, I feel a sense of pride and honor that I represent Wayanad, and Wayanad is part of this beautiful state. ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകുമ്പോൾ, വിമാനത്താവളങ്ങളിൽ എല്ലാം വെച്ച് നമ്മുടെ മലയാളികളായിട്ടുള്ള ഒട്ടേറെ പേരെ കാണാറുണ്ട്. അവർ വളരെ സ്മാർട്ടായിട്ട്, വളരെ ഒരു ആവേശത്തോടു കൂടി ജോലി ചെയ്യുന്നവരാണ്. അവരെ പലപ്പോഴും മലബാറിൽ നിന്നുള്ള ഒട്ടേറെ പേരെ കാണാറുണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് വലിയ അഭിമാനം തോന്നാറുണ്ട്. ഞാൻ വയനാടിൻ്റെ ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളതിൽ വലിയ അഭിമാനം എനിക്ക് അപ്പോൾ തോന്നാറുണ്ട്. Like all of those young people who have gone across the country and across the world and made you proud, made us proud, made the state of Kerala proud, made India proud, one day you too will all make your country and your state proud. ഇവിടെ ഒട്ടേറെ നമ്മുടെ ആൾക്കാർ പുറത്തുപോയി അധ്വാനം ചെയ്ത് നമ്മുടെ നാടിനെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ എല്ലാം അഭിമാനത്തോടു കൂടി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഒരുപക്ഷെ ഒരു കാലത്ത് അത്തരത്തിൽ പുറത്തേക്ക് പോയേക്കാം. And for all the new skills you learn, for all the career paths that you take, I want to leave you with just one thing, that you must remember what you learned from your parents as well. നിങ്ങൾ എല്ലാ അവസരങ്ങളും നിങ്ങൾ ഉപയോഗിക്കുകയും നിങ്ങൾ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ പഠനങ്ങളെല്ലാം നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ എപ്പോഴും നിങ്ങൾ എവിടെ നിന്നാണ് വളർന്നു വന്നത് എന്നുള്ളത്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ടാവണം. Because all the training that you can get in skills and careers will teach you how to earn a living. കാരണം നിങ്ങൾക്ക് എവിടെയെല്ലാം പോയി ഈ ജോലിയെല്ലാം എത്രമാത്രം വലിയ ജോലി ചെയ്താലും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ്. But it is your parents, your families, your teachers and your communities that teach you how to live. പക്ഷേ നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങളുടെ അധ്യാപകരാണ്, നിങ്ങളുടെ സമൂഹമാണ്, നിങ്ങളുടെ നാടാണ് എങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. So I wish for each one of you sitting here with your beautiful fresh faces, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന വളരെ ഫ്രഷ് ആയിട്ട് നല്ല മുഖങ്ങളോട്, ചിരിച്ച മുഖങ്ങളോട് കൂടി, നല്ല പ്ലസന്റ് ആയിട്ടുള്ള മുഖങ്ങളോട് കൂടി ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയുന്നു, that you approach new things with an open heart. നിങ്ങൾ ഈ പുതിയ കാര്യങ്ങളെല്ലാം ഒരു തുറന്ന മനസ്സോടു കൂടി നിങ്ങൾ സമീപിക്കണം. That you are always curious enough to learn something from a new experience, even if it's not a good experience. നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും, ഒരുപക്ഷെ അത് നല്ല അനുഭവങ്ങളായിരിക്കില്ല, പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ളതിനെ കുറിച്ച് നിങ്ങൾ തൽപരരായിരിക്കണം. That you remember to keep your friendship strong, to keep a clean heart towards everybody. നിങ്ങളുടെ ഒരു തുറന്ന മനസ്സും ഒരു വലിയ എന്താ പറയുക, നമ്മുടെ ഒരു സൗഹൃദയാർന്ന മനസ്സുമായിട്ട് നിങ്ങൾക്ക് എല്ലാവരെയും സമീപിക്കാൻ കഴിയണം. To be honest and to face every difficulty you come across with courage. സത്യസന്ധമായും നിങ്ങൾ മുന്നിരുന്ന ഏത് ബുദ്ധിമുട്ടുകളെയും ഏറ്റവും കരുത്തോടും കൂടിയും
നിങ്ങൾക്ക് നേരിടാൻ സാധിക്കണം. Because I don't know your parents. കാരണം എനിക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ അറിയില്ല. But I know that you are here today and they must have struggled in some way or other, faced great difficulties and had great courage to bring you here. പക്ഷേ അവർ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ അവരുടെ വലിയ അത്യധ്വാനമുണ്ട്. അവർ ഒട്ടേറെ സംഘർഷങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവരുടെ കരുത്തോടു കൂടി അതിജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. So I wish for you that you always remember and respect the values that you grew up with and that were taught to you at home. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വളർന്നു വന്ന, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വന്ന നിങ്ങളുടെ അനുഭവങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ എല്ലാം നിങ്ങൾ ബഹുമാനത്തോടു കൂടി തന്നെ കാണണം. I hope you're really excited about this Career Park initiative. I'm excited about it. I hope that it will bring you all that you require, all the skills and the strength that you require to go ahead in your life and become providers and earners for your family. നിങ്ങളുടെ ഈ പുതിയ ഈ പഠന പദ്ധതിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയ ആവേശവും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാൻ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ്, പ്രതീക്ഷയോടു കൂടി തന്നെയാണ് ഇത് കാണുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവം നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. My best wishes to all of you. I hope you continue to shine and everything you learn teaches you how to go ahead in life with compassion, with courage and with kindness. And thank you very much to Sri Kasim ji for have taken this initiative. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല ആശംസകൾ ഞാൻ നേരുന്നു. ഇവിടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ സഹിഷ്ണുതയോടുകൂടി, സ്നേഹത്തോടുകൂടി നിങ്ങൾ ആർജിക്കുന്ന എല്ലാ ജീവിത നേട്ടങ്ങളും അത് സഹിഷ്ണുതയോടുകൂടി, ബഹുമാനത്തോടുകൂടി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ CK കാസിമിനെ ഇത്രയും വലിയ ഒരു പദ്ധതി ഏറ്റെടുത്തതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. I hope that I will be able to visit once again after some of you have learned skills and see how well you're doing. Thank you very much and all the best. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പദ്ധതി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ നേടിയ നേട്ടങ്ങൾ കാണാൻ എനിക്ക് ഒരിക്കൽ കൂടി ഇവിടെ വരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ബൈ പ്രിയങ്ക ഗാന്ധി. എല്ലാവരോടും എഴുന്നേറ്റ് നല്ലൊരു കയ്യോടോടുകൂടി നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാകാം.